വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാൻ വേണ്ടി ഈ കപ്പിന് 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്, ബസ്മതിയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിയൊക്കെ വെക്കുന്ന നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് 2 വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം, ഒഴിക്കാം. ഇനി ഇതൊന്ന് കഴുകട്ടെ. ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടി കഴുകണം. ഇനി രണ്ടാമത് കുറച്ച് വെള്ളം കൂടെ എടുത്തൊന്ന്, ഇത് അത്ര അഴുക്കൊന്നും ഉള്ളതല്ല, 2 വെള്ളത്തിൽ എന്നാലും നമ്മളൊന്ന് കഴുകണമല്ലോ. 2 വെള്ളത്തിൽ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് കൊണ്ട് വെച്ചേക്കുവാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കണം, അതിനാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇതിനി അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് കുതിരാൻ വേണ്ടി, ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് എണ്ണ, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയ ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി ഒരു വലിയ ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 4 ഗ്രാമ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം അല്ലെ സ്റ്റാർ അനീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാഷ്നട്ട് ഒരു 15 എണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. എല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. നമ്മൾ 4 കപ്പ് അരിയല്ലേ എടുത്തത്, അന്നേരം ഉപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഉള്ളി നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നല്ല കളറും ഒക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഏത് മുളക് പൊടി ഉണ്ടോ അത് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മസാലയൊക്കെ ഇളക്കി റെഡിയാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ഒരു ടൊമാറ്റോ, തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വട്ടണ, പച്ചവട്ടണ ഞാൻ പൊളിച്ചെടുത്തതായത് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വട്ടണ ആദ്യമേ തന്നെ ഇടണം, കാര്യം ഇത് നല്ലോണം വേവേണ്ടതാണ്. 1 കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബീൻസ് കട്ട് ചെയ്തത്. 1 കപ്പ് ഫ്ലവർ നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക. ഫ്ലവർ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരുന്നതാണ് 10 മിനിറ്റ്. അത് നല്ലപോലെ കഴുകി വെച്ചിരുന്നതാണ്, അതാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ.
ഇനി 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറക്കാം. വാ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. നല്ലപോലെ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നമ്മളിത് മസാലയെല്ലാം വഴറ്റി റെഡിയാക്കിയത്. ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അരിയൊക്കെ കുതിർന്നിട്ടുണ്ട്. വേണ്ട. ഇനി നമുക്കിതിങ്ങനെ വെള്ളം ഊറ്റി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തില്ലേ നമ്മളിത് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ഇടുന്നത്. സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. അതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡ് ഊട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. സൈഡ് കൂട്ടി ഇളക്കുന്നത് പൊടിയാതിരിക്കാൻ, അരി പൊടിയാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കുന്നത്. 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല മണമൊക്കെ വരുന്നു കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിനകത്ത് വെള്ളമുണ്ട് കുറച്ച്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് മൂടി 8 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, നല്ല മണമൊക്കെ വന്ന് നല്ല വെന്ത് നല്ലപോലെ ചോറൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കാം തന്നെ നമുക്ക്. ഒരു പക്ഷേ നമുക്ക് അരി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അളവിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം കൂടിയോ കുറഞ്ഞോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ഇച്ചിരി കുറയാൻ സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഒന്ന് ഒരു ലേശം വെള്ളം ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അഥവാ കുറഞ്ഞു പോയാൽ. വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.